അപ്പോൾ ഈ ആശയായിട്ട് അറിയപ്പെട്ടത് വിമൺ പ്രീമിയർ ലീഗിലൂടെയാണ്. അത് വലിയൊരു കരുത്തായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പിന്നെ WPL കാരണമല്ലേ എന്നെ സജനേനെയും ഇപ്പം മിന്നുമണിയാണെങ്കിൽ കൂടെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് WPLിലൂടെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ ടീമിൽ വന്ന് എത്തി നിൽക്കുന്നത് WPL RCBയും അവരുടെ ആ ഒരു സപ്പോർട്ട് കാരണം മാത്രമാണ്. എല്ലാവരും കണ്ടു തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു ലെഗ് സ്പിന്നർ ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് WPL ആ ഒരു ഇത് വന്നതിൽ വളരെ എന്താ പറയുന്നത്, അതൊരു എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു വലിയൊരു ഇവൻ്റായിരുന്നു. ഈ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടേറെ വനിതാ താരങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഈ ആശയിൽ നിന്നും സജനയിൽ നിന്നുമൊക്കെ ഒരു ആവേശം ഉൾക്കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട്? ഉറപ്പായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല WPL ട്രയൽസിനും നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ പിള്ളേർ ഇപ്പോൾ ഈ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. കാരണം പലർക്കും അറിയില്ല ആക്ച്വലി കേരള വിമൻ ടീം എന്ന് പറയുന്ന എല്ലാ വർഷവും ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ വരെ പോകുന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 6 ടീംസ് എടുത്താൽ അതിൽ വരുന്നൊരു ടീമാണ്. അത് പലർക്കും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 6 ടീമിലുള്ള കേരള ടീം ഉറപ്പായിട്ടും അതിൽ പല പ്ലെയേഴ്സും ഇപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ നജില, ജോഷിത, അക്ഷയ അവരൊക്കെ ഫ്യൂച്ചറിലെടുത്ത് ഇന്ത്യ കളിക്കാനോ അല്ലെങ്കിൽ WPL വരെ ചാൻസ് ഉള്ള കുറച്ച് പ്ലെയേഴ്സാണ്. അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഇനി അടുത്ത വർഷമൊക്കെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഇത് വളരെ വാലിഡേറ്റഡ് പോയിന്റാണ് പറഞ്ഞത്. വനിതാ ക്രിക്കറ്റ് ആയതുകൊണ്ടാണ് ഇവരെ പലരും അറിയാത്തത്, ഇൻക്ലൂഡിങ് നമ്മൾ. കാര്യം പുരുഷ ക്രിക്കറ്റ് ഈ പറയുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ആണെങ്കിൽ പോലും കുറേയൊക്കെ പോയി നോക്കുക, അതൊന്നുമില്ലെങ്കിൽ പരിചയമുള്ള താരങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അറിയാനായിട്ട്. ഇത് നമുക്കും ഒരു പാഠമാണ്, പറഞ്ഞു കേട്ടല്ലോ, അടുത്ത വർഷം കാണണം എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഉറപ്പാണ്, ഈ ആശയുടെയും സജനയുടെയും ഈ ഒരു എമേർജിങ് ഈ ഒരു സീനുണ്ടല്ലോ, ഇവർ ഭാരത് ടീമിലേക്ക് വരുമ്പോൾ വനിതാ ക്രിക്കറ്റ് ഫോളോ ചെയ്യാനുള്ളൊരു ആവേശം കേരളത്തിൽ കൂടും. ഇതല്ലെങ്കിൽ നമുക്കൊരു സഞ്ജു മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ 2 താരങ്ങൾ ലോകകപ്പ് കളിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ വനിതാ ക്രിക്കറ്റിന് തന്നെ ഒരു ഉത്തേജനമാണ്. കാര്യം കാണികൾ കൂടുന്നു, TV-യിലാണെങ്കിലും നേരിട്ടാണെങ്കിലും. രജനി എന്ത് ചോദിക്കണം? മുൻകാലങ്ങളിലെ പോലെ അല്ല ആശ, ഇപ്പോൾ ഈ കായിക ലോകത്തിന് തന്നെ നമ്മുടെ ഭാരതം നൽകുന്ന ഒരുപാട് സംഭാവനകളുണ്ട്. അപ്പോൾ പരാജയപ്പെട്ടു വന്നിരുന്നാലും വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ വനിതാ ക്രിക്കറ്റിലും ഇപ്പം നിങ്ങൾ വന്നിരുന്നാലും മറ്റ് ആര് ജയിച്ച് വന്നു കഴിഞ്ഞിരുന്നാലും അതേ ഒരു പ്രോത്സാഹനം തന്നെ നൽകുന്നുണ്ട്. വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലൂടെയാണ് ഈ കായിക ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയല്ലേ നമുക്ക് പറയേണ്ടത് ഈ ദേശീയ കായിക ദിനത്തിൽ? ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ നമുക്ക് ഒരു മെഡൽ കുറഞ്ഞെങ്കിൽ കൂടെ നമ്മൾ ഹോക്കിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു വെങ്കല മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത്, ഒരു ചെറിയ കാര്യമല്ല. അതിൽ നമ്മുടെ ഒരു മലയാളിയാണ് അത് ഓപ്പോസിഷൻ്റെ ഗോളൊക്കെ സേവ് ചെയ്ത് ഒരു വൻ മതിലിനെ പോലെ എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം. നമ്മളൊക്കെ ആ ഹോക്കി അത് ഫോളോ ചെയ്യുമ്പോഴിങ്ങനെ ഓരോ സെക്കൻഡും ഇങ്ങനെ നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. അത് അത്രയ്ക്ക് നമ്മളത് ഫോളോ ചെയ്ത ഒരു മാച്ചായിരുന്നു അത്. അതിലൊക്കെ വളരെ അഭിമാനമുണ്ട്. ഓഫ് കോഴ്സ് വേറെ എല്ലാ ഗെയിമും നോക്കിയാലും ഇപ്പോൾ ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ ഗെയിമും മുന്നോട്ട് തന്നെ പോവുകയാണ്. നമുക്ക് ഷൂട്ടിങ്ങിൽ അധികം നമുക്ക് മെഡൽസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വർഷം നോക്കുവാണെങ്കിൽ വളരെ അധികം മെഡൽസ് 3 മെഡലിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇന്ത്യൻ സ്പോർട്സിലെ ഏരിയാസ് കുറച്ചുകൂടെ വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരിതാണ്. അത് വളരെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി ഫ്യൂച്ചറിലും പല ഗെയിംസിലും നമുക്ക് ഇനിയും ഒരുപാട് മെഡൽ കിട്ടുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടി, ബാറ്റിംഗ് നാച്ചുറലായി അറ്റാക്കിംഗ് ബാറ്റ്സ് വുമൻ ആണോ, ബാറ്ററാണോ? ഇനി മാനും വുമനും ഒന്നും വേണ്ട തീരുമാനിച്ചിരിക്കുക, ബാറ്റർ? അതെ, ഞാൻ ഡൊമസ്റ്റിക്കിൽ ടോപ്പ് ഓർഡർ ബാറ്റാണ്. ഇങ്ങനെ നമ്മുടെ WPL ഇന്ത്യൻ ടീമിലൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, നമുക്ക് 7 ഡൗൺ വരെ പ്രോപ്പർ ബാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോവർ ഓർഡർ ആണ്. അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിൽ ഞാൻ ടോപ്പ് ഓർഡർ കേരളത്തിനാണെങ്കിലും റെയിൽവേസിലാണെങ്കിലും പോണ്ടിച്ചേരിക്കാണെങ്കിലും കളിച്ചപ്പോഴെല്ലാം ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്തത്. അപ്പം ഒരു കാര്യം നമ്മളിവിടെ പറയേണ്ടതുണ്ട്, മലയാളികളുണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടിയിരിക്കും എന്ന്. തീർച്ചയായിട്ടും ധാരാളം ആശംസകൾ വരുന്നുണ്ട് ആശയ്ക്ക്. പക്ഷേ ഈ സമയക്കുറവ് മൂലം അതെല്ലാം വായിക്കാൻ പറ്റുന്നില്ല. അജിത് ഭാസ്കർ തൊട്ട് ഒട്ടനവധി പേർ ആശംസ നേരിടുന്നുണ്ട്. ഇങ്ങനെ ആശയെ പോലുള്ള താരങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ആശ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ എൻ്റയർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന്, ടീം ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആശംസകൾ. വിജയിച്ചു വരിക, വിജയിച്ചാലും ഇല്ലെങ്കിലും പോരാടി വരിക. തിരികെ വീണ്ടും നമുക്ക് ഇതേ ഫ്ലോറിൽ ലോകകപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആ അനുഭവവും ആ സന്തോഷവും അവിടെ നേരിട്ട പരീക്ഷണങ്ങളും ഒക്കെ
നമുക്ക് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കണം. ഓൾ ദി ബെസ്റ്റ് ആശ. താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടെ സ്റ്റുഡിയോയിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇത്രയും നല്ലൊരു സിമ്പിളായിട്ട് എന്നെ അധികം എന്താ ഒരു ട്വിസ്റ്റിംഗ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എന്നെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ താങ്ക്സ്.